കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള ബോക്സ് ഡ്രെയിനേജുകൾ 2 ഭാഗങ്ങളിലായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഡ്രെയിനേജുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മുൻപ് ഒരു സാധാരണ മഴ വരുന്ന സമയത്ത് തന്നെ വെള്ളക്കെട്ടിലാണ്ട് പോകുന്ന നിരവധി പ്രദേശങ്ങളുണ്ടായിരുന്നു. ആ പ്രദേശങ്ങളെല്ലാം തന്നെ അതിൽ നിന്നൊക്കെ മുക്തി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. മണ്ണാറത്തറ, പീപ്പിൾസ് റോഡ്, ചക്കിട്ടട തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ടുള്ള രീതിയിലാണ് മാറ്റം ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നും നല്ലൊരു സ്വീകാര്യത ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെ തവണയും ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ജനങ്ങളുടെ അടുത്തേക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്നത്. സമഗ്രമായിട്ടുള്ളൊരു വികസനം കോഴിക്കോട് കോർപ്പറേഷനകത്ത് കൊണ്ടുവരിക. ഇന്ന് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർക്കിംഗ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മാലിന്യ സംസ്കരണം പ്രധാനപ്പെട്ട വിഷയമാണ്. ആവിക്കൽ തോടിൽ നമുക്കറിയാം കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ അവിടേക്ക് സംഭാവന ചെയ്തിട്ടും അത് നടത്തിയെടുക്കാനുള്ള ഒരു ത്രാണി ഇവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിന് ഉണ്ടായിരുന്നില്ല. സംസ്ഥാന അധ്യക്ഷ എന്നുള്ള നിലയിൽ ഈ കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കണമോ എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മത്സരിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ 2 ചുമതലകളും ഒരേ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ ഇലക്ഷൻ വരെ 7 കൗൺസിലർമാരെ മാത്രമാണ് നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൽ നിന്നും അതിനൊരു മാറ്റം വന്നുകൊണ്ട് സമഗ്രമായിട്ടുള്ളൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോർപ്പറേഷനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തവണ വീണ്ടും പൊതുരംഗത്തേക്ക് ഇറങ്ങിയത്.